മുത്തിക്കോളൂ എന്ന് പറഞ്ഞ് വെച്ചുകൊടുക്കുക. അങ്ങനെ മുത്തിക്കോളി എന്ന് പറയാ. അങ്ങനെ ചെയിൻ മുത്തല്. നമ്മൾ ഇതൊക്കെയാണ് ദീൻ കാട്ടിക്കൂട്ടാണോ? നമ്മൾ അള്ളാന്റെ ദീനിനെ പിടിച്ച് കോമാളിത്തരം കാണിക്കുകയാണോ? ഇത് ഈ നിലക്ക് വിട്ടുകൊടുത്താൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിത്രം മാറിപ്പോകും. ഇനി വരുന്ന തലമുറ ഇതാ കണ്ടുപിടിക്കുക, നമ്മുടെ ഉസ്താദ്, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മുച്ചാലിമീങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ മുമ്പ് ചെയ്തിരുന്നത്, അത് ദീനല്ലേ? അത് ദീനല്ല. സയ്യിദന്മാരെ കൈപിടിച്ചു മുത്തും. സയ്യിദന്മാരും ആലിമീങ്ങളും ഒരിക്കലും അങ്ങനെ ഒരാളെ പിടിച്ച് മുത്തിന്ന് വിചാരിക്കുക. അത് മുത്താൻ ഇഷ്ടപ്പെടരുത്, കൈ വലിക്കണം. പക്ഷെ ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല. ഒരിക്കലും ഈ മുത്തുന്ന ആളെക്കാളും ഞാൻ ഉഷാറാണെന്ന് തോന്നാൻ പാടില്ല. കൈ ഇങ്ങനെ വെച്ചുകൊടുക്കുക, മുത്തിക്കോളി എന്ന് പറഞ്ഞിട്ട്. അതിനർത്ഥം എന്താ? ഞാൻ അത്രയും മുത്താൻ പറ്റിയ ആളാണ് എന്നല്ലേ? അതിനാണ് തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയാം. അത് ശറഇൽ പാടില്ലാത്ത വിഷയമാണ്. അത് ശറഇൽ പാടില്ലെന്നാണ്. ഓരോരുത്തരും അവനവന്റെ ഈമാനിനെ കുറിച്ച് പേടിക്കണം. ഞാൻ അല്ലാഹു തആല സുമ്മ റദദ്നാഹു അസ്ഫല സാഫിരീൻ, അല്ലാഹുവേ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് പേടിക്കേണ്ടവരാ. മുത്തിക്കോളൂ എന്ന് പറഞ്ഞ് വെച്ചുകൊടുക്കുക. അങ്ങനെ മുത്തിക്കോളി എന്ന് പറയാ. അങ്ങനെ ചെയിൻ മുത്തല്. നമ്മൾ ഇതൊക്കെയാണ് ദീൻ കാട്ടിക്കൂട്ടാണോ? നമ്മൾ അള്ളാന്റെ ദീനിനെ പിടിച്ച് കോമാളിത്തരം കാണിക്കുകയാണോ? ഇത് ഈ നിലക്ക് വിട്ടുകൊടുത്താൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിത്രം മാറിപ്പോകും. ഇനി വരുന്ന തലമുറ ഇതാ കണ്ടുപിടിക്കുക, നമ്മുടെ ഉസ്താദ്, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മുച്ചാലിമീങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ മുമ്പ് ചെയ്തിരുന്നത്, അത് ദീനല്ലേ? അത് ദീനല്ല. അത് ദീനല്ല. തസ്കിയത്തുൻ നഫ്സ് പാടില്ല. ഇമാം ഖസാലി തങ്ങളുടെ ഇഹ്യയെങ്കിലും ഒന്ന് ഓതുക. ഇമാം ഖസാലി തങ്ങളുടെ ഇഹ്യ ഒരു ആവർത്തി ഒന്ന് ഓതി നോക്കുക. ഖൽബൊക്കെ നന്നാവാൻ നല്ലതാ. ഇത്തരക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആരെയും ഉദ്ദേശിച്ചു പറയല്ല. പക്ഷെ പറയുമ്പോ ചിലപ്പോൾ ആർക്കെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ സഹിച്ചേ പറ്റൂ. ഞാൻ വിഷയം പറയാണെന്ന് മാത്രം. ഇത് പാടില്ലാത്ത വിഷയമാണ്. ഞാനൊരു ഉഷാർ ആളാണ് എന്ന് ഒരു ആലിമും ഒരു നേതാവും ഒരു സയ്യിദും അവനെ പറ്റി വിചാരിക്കാൻ പാടില്ല. അവരവരെ പറ്റി വിചാരിക്കാൻ പാടില്ല. അത് അവരുടെ സ്ഥാനം കുറക്കാനല്ല, അവരുടെ സ്ഥാനം അള്ളാഹിന്റെ അടുത്ത് ഉയരാൻ വേണ്ടിയായി പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.